12:55 എപ്പ 8 മണിക്ക് എഴുന്നേക്കാന്ന് വിചാരിച്ചാ 12 മണിയാവും. എന്നാലും എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടല്ലോ, ലഞ്ച് കഴിച്ചാൽ മതിയല്ലോ. നല്ല മീൻകറി ചോറും കഴിക്കാം. ഏത് പണ്ടാരും കിട്ടാണ് ഇത് കഴിച്ചത്, അവനെ ഞാൻ വെറുതെ വിടില്ല. ഇനി വീണ്ടും ലഞ്ച് ഉണ്ടാക്കണം. എന്താടാ നിനക്ക് പറ്റിയ തനക്ക് പറ്റിയ രാത്രി ഉണ്ടാക്കുന്ന ഭക്ഷണം എപ്പോഴും 1 മാസമായിട്ടും ആരോ കഴിക്കുന്നുണ്ട്. കുമാരനാശേ, അതിന് എൻ്റെ കയ്യിൽ ഒരാളുണ്ട്. നമ്മുടെ സ്വന്തം രാംകുമാർ കുട്ടി. എന്തു സംഭവിച്ചാലും അവര് എന്തെങ്കിലും കണ്ടുകൊടുക്കുന്ന ആൾക്കാരാ ഡിറ്റക്റ്റീവ്. എന്നാ നമ്പർ വേഗം അങ്ങനെ അയച്ചിട്ട് വന്നിട്ട് നമ്പർ കിട്ടി, ഇനി വിളിക്കാം. ഞാൻ ഇതാ വരുന്നു. നിങ്ങളുടെ അഡ്രസ്സും നിങ്ങളുടെ പേരെന്ന് പറഞ്ഞട്ടെ. ഓളംപറമ്പിലെ കുറുപ്പം വീട് കന്നിക്കുഴി. ഇതാണല്ലേ മൂളമ്പാറ കുറുപ്പിൻ്റെ വീട്. കണ്ടിട്ടൊരു ഗുണപ്പം കാണുന്നില്ല, എന്നാലും കയറി പോവാം. നീയാണല്ലേ ഈ ഉളമ്പാറ കുറുപ്പ്. പ്രശ്നം സാറേ, 1 മാസമായിട്ടില്ലേ ഞാൻ രാത്രി ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണം കാലത്ത് എടുത്ത് കട്ട്. രാത്രിപ്പണ്ടാരമാണ് കട്ടുന്നത്. ഇവിടെ ആരെങ്കിലും സംശയങ്ങളുണ്ടോ? ഇടയ്ക്കേലെ രാജുവിനെയും ഇടയ്ക്കേലെ ശിശുവിനെയും ഒരു സംശയമുണ്ട്. അവരിടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ കയറി വരാനുണ്ട്. പക്ഷെ ഞാൻ കിടന്നുറങ്ങുമ്പോൾ സമയത്ത് അത് കയറി വരാൻ മാത്രം എടുക്കണ്ട പൊട്ടാ. നിങ്ങൾ പറഞ്ഞ ആ രാജുവിൻ്റെയും ആ കിഷുവിൻ്റെയും വീട്ടിൽ പോയാലോ? ഈ രാജുവിൻ്റെയും മറ്റേ കേശവൻ്റെയും വീട് ഇവിടെ നടന്നു ദൂരേ ഉള്ളൂ. ഒരു 3 ആ കാരണം കുന്നിന്റെ അപ്പുറത്ത് 4 കുന്ന് കഴിഞ്ഞിട്ട് 5ാമത്തെ ഒരു കുന്നുണ്ട്. ആ കുന്നിന്റെ അപ്പുറം കഴിഞ്ഞ് ഒരു വീടുണ്ട്. ആ വീടാണ് അവിടെ. ഇവിടെ നോക്കിയാൽ പോലും കാണില്ലേ. പിന്നെ എങ്ങനെയാണ് അവര് നടന്നു വന്ന് ഇത്രയും ദൂരം വന്ന് മോഷ്ടിക്കുന്നത്? തനിക്ക് വലിയ വട്ടമുണ്ട്, നീയാണോ മോഷ്ടിക്കുന്നത്? ആ വാതിലടിച്ചിട്ട് നമ്മൾ സൈക്കിൾ കൊണ്ട് പോവാ. എല്ലാ ഈ സൈക്കിളും കൊണ്ട് നടന്നു പോയ പോലെ അതല്ലേ ഒരു അഡ്വഞ്ചർ. ഞാനിവിടെ അഡ്വഞ്ചർ കളിക്കാനാണ് വന്നത്, അല്ലെങ്കിൽ അന്വേഷണം കണ്ടുപിടിക്കാനാണ് വന്നത്. ഐഡിയ. ഇപ്പുറത്തെ ആൾക്കാരെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും, അന്വേഷിക്കണ്ടേ? താനൊന്നും ഇടക്കിടക്ക് നോക്കണം, തന്റെ ഭാര്യ അവിടെ നിൽക്കുന്നത്. എന്നാലും താൻ പറഞ്ഞ കാര്യം രാജുവിന്റെ വീട് വേറെ 2 മീറ്റർ ഉള്ളത് 30 കിലോമീറ്റർ ഉരുട്ടി. ഞാൻ മിനിറ്റ് വാല് തുറന്നിട്ടിരിക്കുക. വല്ല വെറുതെ കാണോടാ രാജു, ആണാണ് പെണ്ണാണ്. ഇവിടെ ആണുങ്ങളുടെ പേരൊക്കെ പെണ്ണുങ്ങൾക്കും പെണ്ണുങ്ങളുടെ പേരൊക്കെ ആണുങ്ങൾക്കും. വല്ലാത്തൊരു ലോകം തന്നെ. 1 മാസമായിട്ട് എൻ്റെ വീട്ടിൽ രാത്രി ഭക്ഷണം മോഷ്ടിക്കുന്ന ഒരാളെ വരുന്നുണ്ട്. അയാളെ കണ്ടുപിടിക്കാൻ പോകുന്ന ഒരാളാണ് രാംകുമാർ. 2 മിനിറ്റ് ഒന്ന് അങ്ങോട്ട് വരുമോ? ഓക്കെ. നിങ്ങളാണ് ഇയാളുടെ വീട്ടില് 1 മാസമായിട്ട് രാത്രി വന്നിട്ട് ഭക്ഷണം കൊണ്ടുപോകുന്നു?
ഇയാളുടെ ഭക്ഷണം എനിക്ക് വല്ല വട്ടുണ്ടെന്നാണോ സാർ ഉദ്ദേശിച്ചത്? സത്യം 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 സത്യം. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇത്രയും ഞാൻ നിങ്ങളെ സമയം വേസ്റ്റ് പോയിട്ട് ഞാൻ ഇവരെ എന്റെ സോറി എന്താ നീ എന്നോട് പുറമെ ഇപ്പൊ ഇവിടെ മോട്ടി തരും അപ്പൊ സത്യം നുണയാണെങ്കിൽ പല കുട്ടി തരുന്നുണ്ട്. ഇനി വേറെ ആരും ഉണ്ടാവും നീ ഉണ്ടോ? ഇനി ഇവിടുന്ന് 60 കിലോമീറ്റർ 100 കിലോമീറ്ററാണ് മര്യാദക്ക് വൈകിട്ട് വന്നാൽ പോലെ ഇവന്റെ ജോലി വർത്താനം കേട്ടിട്ട് വെറുതെ വന്നു. ഷിബുവിന്റെ വീട് ഈ കാര്യം പറയാം. ഈ 130 കിലോമീറ്റർ എന്നെക്കൊണ്ട് നടത്തി വെറും 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് ഇപ്പം 3.5 മണിക്കൂറായി. പോകാൻ പറ്റില്ല. ഇവരും എന്തെങ്കിലും നെട്ടെന്ന് പറഞ്ഞാലേ എന്റെ മുത്തോളി ഷിബു you every day go his house and eat food in night. His food? No. If I eat his food, I'll go die because of poison. Poison? You sure? Yeah. You know, say like. I'm not lying. It's true. One more question. You go every day his house. Yeah. What you doing? 24 hours making some food. I don't know why. ഓരോ ടൈമും ഈ ഹോൾ ടൈം ഈ മേക്കിംഗ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫുഡ്. I don't know. No, sorry കേട്ടോ. He has the mental problem and then ഇന്ന് നിന്റെ ഞാൻ തടുക്കട ഇത് രണ്ടാമത്തെ വീട് അതിന് 130 കിലോമീറ്റർ വീണ്ടും പോകണം. നിന്നെ ഞാനിന്ന് കൊല്ലുകൂടാ. കിലോമീറ്റർ നിന്റെ പുറത്ത് കയറിയിട്ട് ഞാൻ പോകാം. മര്യാദയ്ക്ക് ആ സൈക്കിൾ എടുത്ത് പോകാൻ ഞാൻ പറഞ്ഞു. അപ്പൊ മതി 2 മിനിറ്റ് ഉള്ളൂ. ഇപ്പൊ എത്തും. 130 കിലോമീറ്റർ നടന്നേ മിക്കവാറും നിന്റെ വടവാളൂ. ധാരാളം വിഷയല്ലേ. അകത്തേക്ക് കയറണോ? ഇതിന്റെ വീട്ടിലാണ് മുമ്പിന് വീട്ടിൽ കയറിക്കാൻ പറ്റേ. എന്താണ് രാത്രി 7 മണിയായി. ഇന്ന് നമുക്ക് ആ കളറെ പിടിച്ചേ പറ്റുള്ളൂ. ഇന്ന് രാത്രി 12 മണിക്ക് നിന്നെ ഞാൻ വിളിക്കും. നീ എഴുന്നേക്കണം. ഓക്കെ അല്ലേ? എടാ കുറുപ്പേ എഴുന്നേക്കാ. 12 മണിയായി. കുറുപ്പേ എഴുന്നേക്കോ. എന്നാ ശരി മിഷൻ ചെയ്യണമെന്നേ. The next day. കുറുപ്പേ രാത്രി 12 മണിക്ക് എഴുന്നേക്കാൻ പോയിട്ട് 5 മിനിറ്റ് പോകാനുണ്ട്. ഇപ്പൊ രാവിലെ ആയടാ. നിന്റെ ഇന്നും നിന്റെ സംഭവം ഭക്ഷണം കൊണ്ടുപോയിട്ടുണ്ട് ആ കള്ളൻ. കണ്ടുപിടിക്കണ്ടേ? നീ അങ്ങ് കിടന്ന് ഇറങ്ങിക്കോ. ഇന്ന് മര്യാദ കണ്ടുപിടിക്കണം. കുറുപ്പേ ഇപ്പൊ രാത്രി 12 മണി. നിനക്ക് ഞാൻ ഗാഡ്ജറ്റ് തരും. നീ ആ ജനലിന്റെ അവിടെ പോയി ഈ ഗാഡ്ജറ്റ് ഇട്ടിട്ട് ഗാഡ്ജറ്റ് ഇതാണ് ഗാഡ്ജറ്റ്. ഇങ്ങനെ ഇട്ടിട്ട് ഇത് രണ്ടും ഒന്ന് ചെവിയിലും ഒന്ന് വായിൻ്റെ അടുത്തും വെച്ചിട്ട് ഇങ്ങനെ പറയണം. ഞാൻ അവിടെ നിന്ന് പറയുന്നതൊക്കെ നീ ഓവർ എന്ന് പറയണം. പിന്നെ ഞാൻ നിനക്ക് അവിടെ നിന്ന് ആരെയും കണ്ടാലും ഉടൻ തന്നെ വൈനോട് പറയണം. പിന്നെ അവിടെ ആരും വായനക്ക് കൊണ്ട് കയറും. ഓക്കെ? കേൾക്കുന്നുണ്ടോ? അവിടെ ആരെങ്കിലും ഉണ്ടോ? കുറുപ്പേ ഓവർ പറയണം. ഇവിടെ ഒരാള് കുറുപ്പേ അവിടെ ആരെങ്കിലും ഉണ്ടോ? നിന്നോട് ഓവർക്ക് പറയാൻ ഇങ്ങോട്ട് വല്ല പെൺപിള്ളേർ നിന്റെ വീട്ടിലുള്ള മോശം കയറാൻ നിന്റെ അപ്പൂപ്പന്റെ വീട്ടിൽ തന്നെയുള്ള 2-3 ദിവസമായി ഒന്നും ആരും കിട്ടുന്നില്ലല്ലോടാ. ഇനി ആരായിരിക്കും കള്ളൻ? അപ്പൊ നിങ്ങൾ എന്നോട് എല്ലാ അൽവക്കും സംശയിച്ചു.
ആരായിരിക്കും ഉള്ളത്? ഹെൽത്ത് റിപ്പോർട്ട് കാർഡ്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് നീ ഹെൽത്ത് റിപ്പോർട്ടിന് പോയായിരുന്നോ? അതിൽ നിനക്കുള്ള 3 അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞായിരുന്നോ? അത് ഒന്നാമത്തെ അസുഖം ഞാൻ പറയുന്നതിനാണ് നോക്കണം. ചുമ ഇടക്കിടയ്ക്ക് ഉണ്ടോ? മറവി. പിന്നെ കൊടുത്തിട്ടുണ്ട് രാത്രി ഉറക്കത്തിൽ എഴുന്നേക്കുന്നത്. അപ്പൊ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്ന് പോയി ഭക്ഷണം തിന്നു. അപ്പൊ നീയാണല്ലോ ഈ കള്ളൻ. കണ്ടുപിടിച്ചതോ വെറുതെ അക്കറ 130 കിലോമീറ്ററും പോയിട്ട് കഷ്ടപ്പെട്ട് രാത്രി 6 മണിക്ക് വെറുതെ ടൈം കഴിഞ്ഞു. നീ തന്നെയാണ് എന്നിട്ട് ഓരോരുത്തർക്കൊണ്ട് കീറുന്നതാ വൃത്തിയിട്ടാണ്. 48 മണിക്കൂറിന് ടൈം വേസ്റ്റഡായി. ഈ പണ്ടാരും കിട്ട കുറുപ്പ് കാരണം ഇനി മേലാ ഞാൻ ഈ പരിസരത്ത് തന്നെ വന്നു പോയാൽ നിന്റെ കാര്യം കട്ടപ്പില്ല. ടൈം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പരസ്യം കൊടുക്കണ്ടായിരുന്നു. ഞാനൊരു മനുഷ്യല്ലേ, ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. പണിയില്ലേ എന്ന് ചോദിച്ചു. ഇവരൊക്കെ പണിയുണ്ടാവുമല്ലോ. ഞാൻ എല്ലാ സ്കൂളിലും അഡ്മിഷൻ ചേർത്തു. എഞ്ചിനീയറിംഗ്, ഡോക്ടർ, പോലീസ്, ഫയർ എഞ്ചിനീയർ, അങ്ങനെ കുറേ എത്താണെന്ന് നോക്കി. എല്ലാത്തിനും മനോഹരമായി ഞാൻ ഒരു വിഷയത്തിൽ ഞാൻ എങ്ങനെയും ഒരു ജോലി കിട്ടുമ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ എന്നെ അവിടെ നിന്നിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് സ്കൂളിൽ ഇങ്ങനെ അഡ്മിഷൻ, പുതിയ സമയങ്ങളിൽ പുതിയ ബിൽഡിംഗ് എടുക്കണം. ഇതൊക്കെ പരസ്യമില്ലേ? നാളെ എനിക്ക് ഒരു പരസ്യം ഉണ്ടാക്കണം. നല്ല പരസ്യം. ഈ പരസ്യം ഞാൻ പോസ്റ്റ് ചെയ്യും. പിന്നെ ആൾക്കാരുടെ വരിയായിരിക്കും എൻ്റെ കടയിലേക്ക്. മികച്ച പോസ്റ്റ് തന്നെ. ഡിറ്റക്റ്റീവ് രാംകുമാർ കുറുക്കൻ. ഫോൺ നമ്പർ 75111111. ആദ്യത്തെ കോള്. ഹലോ, ഞാനിതാ വരുന്നു സാറേ. അന്ന് അഡ്രസ്സ് മാത്രം പറഞ്ഞു തന്നാൽ മതി കേട്ടോ. ബാഗൊക്കെ ഇട്ട് പോവാ. ചെയ്തത് അബദ്ധമായിപ്പോയി, ഇനി ചെയ്യരുത്. കരണ്ട് വന്നു. ഇതായുടെ വിളിക്കുന്നത്. ഹലോ, എടാ ഞാനൊന്നും പറയുന്നില്ല. എടാ നീ ആ പോസ്റ്റിൻ്റെ മുമ്പിലാണ് ഞാൻ പോസ്റ്റ് കത്തിച്ച്. എവിടെ കാണി നശിച്ച് പണ്ടാറി കഴുതേ. നിങ്ങൾക്ക് 10 രൂപ വെച്ചിട്ട് പോയി. സാധനത്തിനെ കൊണ്ട് ഞാൻ എന്താ ചെയ്തു പോലെ. നിങ്ങളുടെ കള്ളനെ പിടിച്ചോ? വളരെ കോമഡിയായി പോയിട്ടോ. കോമഡി